ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിനെ കുറിച്ചാണ്. ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത് 3 ഫേസ് സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോറുമായി വളരെയധികം സാമ്യമുണ്ട്. ഒരു സ്ക്വിറൽ ഗേജിൻ്റെ കേസിനകത്ത് റോട്ടോറും അതുപോലെ തന്നെ സ്റ്റേറ്റേഴ്സും ഉണ്ടായിരിക്കും. സിംഗിൾ ഫേസിനകത്തും സിമിലർലി സ്റ്റേറ്റേഴ്സ് ആൻഡ് റോട്ടേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ഇതിനകത്ത് ഒരു സിംഗിൾ വൈൻഡിങ് ഒരിക്കലും റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനകത്ത് ഒരു സിംഗിൾ ഫേസ് സപ്ലൈ അല്ലെങ്കിൽ ഇൻറ്റു 2 ഫേസ് സപ്ലൈയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി അഡീഷണൽ വൈൻഡിങ് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ നിന്ന് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനെ വ്യത്യസ്തമാക്കുന്നത്. കാരണം ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ റണ്ണ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ അഡീഷണൽ വൈൻഡിങ്ങുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഒരു സഫിഷ്യൻറ്റ് സ്പീഡ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ വൈൻഡിങ് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഒരു അഡീഷണൽ സ്റ്റെപ്പ് ആയിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഉണ്ട്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളുമായി സെയിം തന്നെയാണ്. അതായത് ഇവിടെ റൊട്ടേറ്റിംഗ് ഫീൽഡ് സ്റ്റേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സ്റ്റേഷനറി റോട്ടർ കണ്ടക്ടേഴ്സ് അതിനകത്തൊരു EMF ഇൻഡ്യൂസ് ചെയ്യുകയും അങ്ങനെ നമ്മുടെ ലെൻസസ് ലോ പ്രകാരം ആ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന് കാരണമായത് എന്തോ അതിനെ റോട്ടർ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് റോട്ടർ എന്ത് ചെയ്യും, ആ റിലേറ്റീവ് സ്പീഡിനകത്തേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ അതിനകത്തൊരു മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോഴ്സിനെ കുറിച്ച് നോക്കാം. വളരെ സിമ്പിളായിട്ട്, നിങ്ങൾക്ക് എക്സാമിന് അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്നും ചോദിക്കാറില്ല. വളരെ ബ്രീഫായിട്ട് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്, ജസ്റ്റ് ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സിലബസ് പ്രകാരം ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഷോർട്ടായിട്ട് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഡിസ്ക്രിപ്ഷനും മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതൊരു കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് ഒരു പാരലായിട്ടുള്ള ഒരു മെയിൻ വൈൻഡിങ് കാണാൻ പറ്റും. ഈ മെയിൻ വൈൻഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ചും സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും നമ്മൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനകത്ത് ഒരു കപ്പാസിറ്റർ സീരീസ് ആയിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇനീഷ്യലായിട്ടുള്ള എനർജി നമ്മൾ ഈ കപ്പാസിറ്ററിൽ നിന്ന് വൈൻഡിങ് വഴി എടുക്കുകയും മോട്ടോർ സഫിഷ്യൻറ്റ് സ്പീഡിലേക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കപ്പാസിറ്റർ സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ ഫലമായിട്ട് ഇനാക്റ്റീവ് ആവുകയും ചെയ്യും. അപ്പോൾ സ്റ്റാർട്ടിങ് സമയത്ത് മാത്രമേ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ. ദെൻ ഈ ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ സഹായത്തോടുകൂടി ഇതെന്ത് ചെയ്യും, ഇനാക്റ്റീവ് ആവുകയും ചെയ്യും. ഇതാണ് സിമ്പിളി കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ദെൻ കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടോർ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവും. അതായത് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു കപ്പാസിറ്റർ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റണ്ണിങ് ടൈമിൽ ഒന്നുകൂടി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു റണ്ണിങ് കപ്പാസിറ്റർ നമ്മൾ ഈ സർക്യൂട്ടിനകത്ത് ഉപയോഗിക്കുന്നു. സർക്യൂട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും C1 C2 അഡീഷണൽ 2 കപ്പാസിറ്ററുകൾ ഈ സർക്യൂട്ടിനകത്ത് വന്നിട്ടുണ്ട്. ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററും മറ്റേ കപ്പാസിറ്റർ എന്ന് പറയുന്നത് റണ്ണിങ് കപ്പാസിറ്ററുമായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഇനീഷ്യലി അതിനാവശ്യമായിട്ടുള്ള സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു റണ്ണിങ് കപ്പാസിറ്റർ കൂടിയുണ്ട്. കപ്പാസിറ്റർ റണ്ണ് ചെയ്യുമ്പോൾ സമയത്ത് അവിടെ ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി നേരെ മോട്ടറിനകത്തേക്ക് കൊടുക്കുകയും അങ്ങനെ നമുക്ക് ഈ ഒരു ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുകയും ചെയ്യും. അതാണ് ഒരു കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്നാണ്
പെർമനൻറ്റ് കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടോർ. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഡയറക്റ്റ്ലി ഒരു കപ്പാസിറ്റർ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും മെയിൻ വൈൻഡിങ്ങിനും അഡീഷണൽ ആയിട്ട് ഡയറക്റ്റ്ലി ഒരു കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് നമുക്ക് റണ്ണിങ് സമയത്തും സ്റ്റാർട്ടിങ് സമയത്തും ഒക്കെ ഈ കപ്പാസിറ്റർ ആക്റ്റീവ് ആയിരിക്കും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർക്യൂട്ടിനകത്ത് ഉണ്ടാകുന്ന പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് പെർമനൻറ്റ് കപ്പാസിറ്റർ. അതായത് ഈ പെർമനൻറ്റ് എന്ന് പറയുന്ന ടേമിൽ നമുക്ക് മനസ്സിലാവും, ഇത് റണ്ണിങ് ടൈമിലും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും ഈ കപ്പാസിറ്ററിൻ്റെ പ്രസൻസ് സർക്യൂട്ടിനെ എഫക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് വൺ ആണ് ഷേഡഡ് പോൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. ഷേഡഡ് പോളിനകത്ത് ഇൻഡക്ഷൻ മോട്ടോർ സൈഡിൽ അത് 2 പോളുകൾ ഉണ്ടായിരിക്കും. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പോളിനകത്ത് പോൾ വൈൻഡിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു സിംഗിൾ വൈൻഡിങ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. സിംഗിൾ വയർ ഉപയോഗിച്ചിട്ടുള്ള വൈൻഡിങ് ആണ് ഷേഡഡ് പോളിനകത്ത് ഉപയോഗിക്കുന്നത്. കാരണം കണ്ടോ, ഇവിടെ സപ്ലൈ വന്നു, നേരെ ഇതുകൊണ്ട് ഒത്ത ഈ ഒരു പോളിൽ വൗണ്ട് ചെയ്തു, നേരെ ഇപ്പുറത്തേക്ക് വന്നു, ദെൻ ഇവിടെ വൗണ്ട് ചെയ്തു, നേരെ സപ്ലൈയിലേക്ക് വരുന്നു. അതായത് ഒരു സിംഗിൾ സ്ട്രിപ്പ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, 2 എൻഡിനകത്തും വൈൻഡിങ് ആയിട്ട് വരുന്നത്. അതാണ് ഷേഡഡ് പോൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ പ്രത്യേകതയും. ഇവിടെ നമ്മളൊരു AC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ പോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ കപ്പാസിറ്റർ റിങ്സുകളുണ്ട്, കോപ്പർ റിങ്സുകൾ ഉണ്ടായിരിക്കും. ഈ കോപ്പർ റിങ്സിനകത്ത് ഒരു ആക്സിലറി സിംഗിൾ ടേൺഡ് വൈൻഡിങ് ഉണ്ടായിരിക്കും. ആ സിംഗിൾ ടേൺഡ് വൈൻഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷേഡഡ് പോൾ. ഈ പോളിൻ്റെ ഡയറക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, മോട്ടോറിൻ്റെ റണ്ണിങ് ഉണ്ടാവുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ദ യൂണിവേഴ്സൽ മോട്ടോർ. യൂണിവേഴ്സൽ മോട്ടോറാണ് ഇപ്പോൾ നമ്മൾ നോർമലി ചെറിയ ചെറിയ പോർട്ടബിൾ മെഷീൻസിനകത്തൊക്കെ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡ്രില്ലിങ് മെഷീൻസ്, മിക്സി, ഇതിനൊക്കെ നല്ല ടോർക്ക് വേണം, പക്ഷേ സൈസ് എന്തായിരിക്കും, കുറവായിരിക്കും. പിന്നെ ഒരു പ്രത്യേകത, ഇവയ്ക്ക് AC-യിലും DC-യിലും വർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഇൻ AC സപ്ലൈ ആൻഡ് ആൾസോ ഇൻ DC സപ്ലൈ. ഓക്കെ, ഒരു DC സീരീസ് മോട്ടോറിൻ്റെ പോലെ തന്നെയാണ് ഇതിനകത്തുള്ള വർക്കിംഗ് കമ്പോണൻസും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിനകത്ത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്റ്റേറ്ററായിട്ട് ഉപയോഗിക്കുന്നു. അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. ദെൻ ഇതിനകത്ത് കമ്മ്യൂട്ടേറ്റഡ് സീരീസ് വൗണ്ട് മോട്ടോർ ആയിരിക്കും ഉണ്ടായിരിക്കുക. സ്റ്റാറ്റർ ഫീൽഡ് കോയിൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ റോട്ടോ വൈൻഡിങ് ത്രൂ എ കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, സോ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് മെഷീൻ, മിക്സികളിലൊക്കെ നമുക്ക് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടുന്നതിന് വേണ്ടിയും ആണ് നമ്മൾ യൂണിവേഴ്സൽ മോട്ടോഴ്സ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത്. നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ആപ്ലിക്കേഷൻ കാര്യങ്ങൾ നോക്കാം. ഒരു കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടോർ സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്, പ്രിൻറ്റിംഗ് പ്രസ്സിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്, ലെയ്ത്തിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്, റെഫ്രിജറേറ്റേഴ്സിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റണ്ണ് നമ്മൾ സീലിംഗ് ഫാൻ, എയർ കൂളർ, ബ്ലോവേഴ്സ് അതിലൊക്കെ ഇത് ഉപയോഗിക്കുന്നു. ഷേഡഡ് പോൾ ടൈപ്പ് മോട്ടോഴ്സ് ഇലക്ട്രിക്കൽ സ്റ്റവ്, ടേബിൾ ഫാൻ, ക്ലോക്സ്, ഫോണോഗ്രാംസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, ഹെയർ ഡ്രയർ. ദെൻ യൂണിവേഴ്സൽ മോട്ടോർ നമ്മൾ പോർട്ടബിൾ ഡ്രിൽ, ഡൊമസ്റ്റിക്കൽ ഗ്രൈൻഡർ, സ്വേയിങ് മെഷീൻ, വാക്വം ക്ലീനർ, ഇതിനകത്ത് നമ്മൾ യൂണിവേഴ്സൽ മോട്ടോഴ്സ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ജസ്റ്റ് സിംപിളി ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറും അതിൻ്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ചും പറയാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരാം. ഓക്കെ, താങ്ക് യു.